ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാനാണെങ്കി ഞാനില്ല. എനിക്കേ 100 കൂട്ടം പരിപാടികളുള്ളതാ. ഓ പിന്നെ നിനക്ക് ആ ട്യൂഷൻ സെന്ററിന്റെ മുന്നിൽ പോയിന്ന് വായ നോക്കാനല്ലേടാ. അതും കണ്ടല്ലേ. ആ സുബൈദാത്തന്റെ പറമ്പ് പറ്റിയ സ്ഥലായിരുന്നു. അതിനവിടൊപ്പം ചീര കൃഷിയിലടാ. ചീര മാത്രോ? ചീര, കാച്ചില്, ഇഞ്ചി, പോരാത്തിനിപ്പം മത്തനും കുത്തിയിട്ടുണ്ട്. അല്ല, ഈ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കും പറയുന്നത് സത്യല്ലേ? എങ്ങനെ ഈ നാട്ടില് സച്ചിനി യുവരാജൊക്കെ ഉണ്ടാവുക? ഇത് പൈസ ഉണ്ടാവുമ്പോ പൈസ ഉണ്ടാവില്ല, പൈസ ഉണ്ടാവുമ്പോ ഐസും ഉണ്ടാവില്ല, ഐസും പൈസ ഉണ്ടാവുമ്പോ സ്കൂൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ. ആ നാണിത്തള്ളിന് കിണറിന് അപ്പുറത്ത് കുറച്ച് സ്ഥലല്ലേ? അങ്ങോട്ട് ചെന്നാ മതി. ആ തള്ളക്ക് പ്രാന്ത. ആ തള്ളേ അടിച്ചു എന്തിനെ തോലെടുക്കും കാണാ. അതെ, ഒരു മിനിറ്റ്. ആക്കിഫ്, ഫസൽ, സിറാജ് ഈ 3 പേരും ബോളിന്റെ പൈസ തന്നിട്ടില്ലാട്ടോ. കൊണ്ടുപോടാ നിന്റെ ഒരു ഒലക്ക. നമുക്ക് ആ മത്തായിച്ചനോട് കുറച്ച് സ്ഥലം ചോദിച്ചാലോ? അയാളുടെ കയ്യിലാണെങ്കിൽ കൊറേ സ്ഥലം ഉണ്ടല്ലോ. അതെ, ആ മത്താഴ്ച സ്ഥലം വാങ്ങിക്കണ്ട് ഫാക്ടറി കെട്ടാനും ബിൽഡിംഗ് കെട്ടാനൊക്കെ ആയിട്ടാ, അല്ലാതെ നമുക്ക് കളിക്കാനല്ല. ഒരു സ്ഥലമുണ്ട്, പക്ഷേ കുറച്ച് റിസ്കാ. നമ്മുടെ രാധാമൻ ടീച്ചറെ ആ വീടിന്റെ അപ്പുറത്തുള്ള പറമ്പില്ലേ, അതാണ് സ്ഥലം. ആകെ കാട് പിടിച്ചെടുക്ക. പക്ഷേ ഇപ്പൊ കളിക്കാൻ പറ്റിയ സ്ഥലം അതന്നെ ഉള്ളൂ. കാട് വിഷയാക്കണ്ട, അതിനൊക്കെ വഴിയുണ്ട്. അതെങ്ങനെ? വഴിയുണ്ട്. അല്ല, മത്തായിച്ചനല്ല, സണ്ണിയാ ഡ്രൈവറെ. പറയൂ. സ്ഥലം വാങ്ങിച്ചു. അത് നമ്മുടെ രാധാമണി ടീച്ചറെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പില്ലേ, ഒഴിഞ്ഞു കിടക്കുന്നത്. അത് തന്നെ. അതെ. ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ള പരിപാടിയായിരിക്കും? അല്ലല്ല, ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നുമല്ല. ഒരു ചെറിയ ഫ്ലാറ്റ് തുടങ്ങണമെന്ന് മുതലാളി പറയുന്നു.
രജിസ്ട്രേഷൻ ഇന്ന് കാലത്ത് കഴിഞ്ഞു. കാലത്ത് അതെ, കാലത്ത് കഴിഞ്ഞു. വർക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? വർക്ക് നാളെ തന്നെ തുടങ്ങും. നാളെ തന്നെ? അതെ, നാളെ തന്നെ തുടങ്ങും. എന്തായാലും മത്തായി വന്നാൽ ഞാൻ വിളിച്ചെന്ന് പറയണം. ഓ, തീർച്ചയായും പറയാം. ശരി.